ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് തിരുവാതിര കൂവ ആണ്. തിരുവാതിര ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞങ്ങൾ ഇതാണ് കഴിക്കുക, തിരുവാതിര കൂവ. കൂവ പറഞ്ഞ ആരോ റൂട്ടാണ്. ആരോ റൂട്ട് ഈ കിഴങ്ങിൽ നിന്ന് ഈ പൗഡർ എൻ്റെ അമ്മ ഉണ്ടാക്കി തരും. ആരോ റൂട്ട് പൗഡർ എന്ന് പറയും. ഇത് വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ കിഴങ്ങ് കിട്ടിയാൽ അത് നമുക്ക് നൂറെടുത്തിട്ട് പൗഡർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ ആരോ റൂട്ട് പൗഡർ പറഞ്ഞാൽ അത് കിട്ടും. സോ ഇതിൻ്റെ അളവ് ഹാഫ് കപ്പ് ഞാൻ കൂവ പൗഡർ എടുത്തു. പിന്നെ 1 കപ്പ് വെള്ളം നന്നായിട്ട് അത് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാനിടണം. പിന്നെ ഇതിൻ്റെ അളവ് ഏത് കപ്പിൽ നമ്മൾ കൂവ എടുത്ത് അതിൻ്റെ 4 ടൈംസ് ജാഗ്രി വാട്ടർ. ഞാൻ ഈ കപ്പിൽ ഞാൻ അളവെടുത്ത്, പിന്നെ ജാഗ്രി വാട്ടർ കമ്മിയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 4 കപ്സ് വാട്ടർ, ജാഗ്രി വാട്ടർ. സോ ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ലംസ് ഒക്കെ അത് കൈ കൊണ്ട് അത് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഒരു ഹെവി ബോട്ടം പാൻ, കടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉരുളി ഇത് സിമ്മിലാക്കിയിട്ട് ഈ അരോറൂട്ടും ഈ ജാഗ്രിയും ഈ കൂവ വെള്ളം വാട്ടറും കലക്കിയെടുത്ത് നമ്മൾ അതിൽ അടുപ്പിൽ വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി, കൈ വിടാതെ ഇളക്കണം. എന്നാലേ അത് നന്നായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ അത് അടി പിടിക്കും. സോ കുറച്ച് ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ആ കൂവയുടെ കളർ കുറച്ച് ലൈറ്റായിട്ട് മാറാൻ തുടങ്ങും. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് റെഡിയായി. സിമ്മിൽ തന്നെ വെച്ച് ചെയ്യണം, ഹൈയിൽ വെക്കരുത്, എന്നാലേ അത് കൂവ നന്നായിട്ട് വേവുള്ളൂ. പിന്നെ നന്നായിട്ട് അതൊന്ന് മിക്സായിട്ട് കൂവ ഓൾമോസ്റ്റ് റെഡിയായി. സോ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ ഞാൻ അപ്പുറത്ത് കടല വറുത്തിട്ട് അത് തോലെടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ അത് ഇതിലിടാം, നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ തേങ്ങ ഇടാം, ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ട് 2 സ്പൂൺ നെയ്യിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കുറച്ച് നേരം അടച്ച് വെക്കണം, ഒരു ഹാഫ് ആൻ അവർ അടച്ച് വെച്ചിട്ട് പിന്നെ കഴിക്കുന്ന സമയത്ത് അത് തുറന്ന് നന്നായിട്ട് അതൊന്ന് ഹൽവ മാതിരി ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. ഇപ്പോൾ റെഡിയായി. പിന്നെ ഒരു ഹാഫ് ആൻ അവർ അടച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നന്നായിട്ട് അതൊന്ന് ഹൽവ മാതിരി വരും. സോ ഇതാണ് ഇതിൻ്റെ ആക്ച്വലി കൺസിസ്റ്റൻസി. പിന്നെ പപ്പടം ഞാൻ കാച്ചി വെച്ചു. സോ ഇത് കൂവ ആക്ച്വലി പപ്പടം കൂടെ ഞങ്ങൾ കഴിക്കാൻ രാവിലെ. സോ കൂവ റെഡിയായി. സോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾ എപ്പോഴും തിരുവാതിര ദിവസം കുളിച്ചിട്ട് ഞങ്ങൾ കൂവ ഉണ്ടാക്കിയിട്ട് മോർണിംഗ് ഇതാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പപ്പടം കൂട്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ തിരുവാതിരയ്ക്ക് രാവിലെ എന്താ കഴിക്കുക എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എൻ്റെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.